ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരത്ചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ശ്രീ ഗുരും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ ബഹുമാന്യനായ അഡ്മിൻ ശ്രീ അനിൽജി അവറുകൾ, ഗ്രൂപ്പിൻ്റെ ആചാര്യനായ ശ്രീ മനോജ് ശാസ്ത്രി സാർ, ആചാര്യ സുലേഖ ഷാജി മാം, അഡ്മിൻ പാനൽ അംഗങ്ങളെ, കൂട്ടായ്മയിലെ പ്രിയ ആത്മസഹോദരങ്ങളെ, കൊച്ചുമക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ കൂട്ടായ്മയിൽ കർക്കിടകം 1 മുതൽ കന്നി 5 വരെ ആത്മോപദേശ ശതകം യജ്ഞാചരണത്തിൽ രണ്ടാമതൊരിക്കൽ കൂടി പങ്കെടുക്കുവാനുള്ള അവസരം ഭഗവത് കൃപയാൽ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ മനനം ചെയ്യുന്നത് ആത്മോപദേശ ശതകത്തിലെ 77 78 ശ്ലോകങ്ങളാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പ്രമുഖ ദാർശനിക കൃതിയാണ് ആത്മോപദേശ ശതകം. ദീർഘകാല വേദാന്ത സ്വന്തം പരിചയം കൊണ്ടും സ്വന്തം മനഃശക്തി കൊണ്ടും ആർജിച്ചെടുത്ത തത്വങ്ങളെ ഈ കൃതിയിൽ ക്രോഡീകരിച്ചിരിക്കുന്നു. പരമമായ സത്യം അറിവാണ്. അതാണ് ആത്മാവ്. പരമാത്മാവ് അതിൻ്റെ രൂപത്തിൽ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ആ ആദിമഹസ്സിനെ നാം സാക്ഷാത്കരിക്കണം. ഇതാണ് ആത്മോപദേശ ശതകത്തിൽ പരാമർശിക്കപ്പെടുന്ന ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടത്. ശ്ലോകം 77. പരമൊരു വിണ്ണു പരന്ന ശക്തി കാറ്റാം അറിവനലൻ ജലം അക്ഷം ഇന്ദ്രിയാർത്ഥം ധരണി ഇതിങ്ങനെ 5 തത്വമായി നിന്ന് എരിയും ഇതിൻ്റെ രഹസ്യമേകമാകും. ഇതിലെ പദാനുപദങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. പരമൊരു വിണ്ണ്, പരമമായ തത്വമാണ് ആകാശം. പരന്ന ശക്തി കാറ്റാം എന്ന് പറഞ്ഞാൽ ഭാവരൂപങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശക്തിയാണ് കാറ്റ്. അറിവ് അനലൻ, അറിവാണ് അനലൻ അല്ലെങ്കിൽ അഗ്നി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജലം അക്ഷം, ഇന്ദ്രിയങ്ങളാണ് ജലം. ഇന്ദ്രിയാർത്ഥം ധരണി, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഭൂമി. ഇതിങ്ങനെ ചിത്തും ജഡവും ഒന്നായിരിക്കുന്ന ഈ പ്രപഞ്ചം ഇത്തരത്തിൽ 5 തത്വമായി എന്ന് പറഞ്ഞാൽ 5 തത്വങ്ങളായി നിന്നെരിയും, നിന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ രഹസ്യം. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെയും അതിലെ ജീവിതത്തിൻ്റെയും രഹസ്യം ഏകമാകും. അത് ഒന്ന് തന്നെ ആയിരിക്കും, ഏകമായിരിക്കും എന്നാണ് ഇതിൻ്റെ വാച്യാർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്. ഏകസത്യം എന്ന് പറഞ്ഞാൽ അത് 2 തരത്തിലുണ്ട്. ഭൗതിക വശമുണ്ട്, ബോധവശമുണ്ട്. ഭൗതിക വശം എന്ന് പറയുമ്പോൾ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. ബോധവശം എന്ന് പറയുന്നത് പരം അല്ലെങ്കിൽ കേവല ബോധം, പ്രകൃതി, അറിവ്. അക്ഷം എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയാർത്ഥം എന്നതിൻ്റെ അർത്ഥം 5 വിഷയങ്ങൾ. ഇങ്ങനെയാണ് പറയുന്നത്. ഈ പ്രപഞ്ചം നിർമ്മിതമായിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ആകാശം, വായു, ജലം, അഗ്നി, ഭൂമി മുതലായവയാണ്. നമ്മളിൽ ഓരോരുത്തരുടെയും സത്തയും പഞ്ചഭൂതാത്മകമാണ്. ഈ തത്വം പിണ്ടനന്ദി എന്ന കൃതിയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്ന് എൻ പിണ്ടത്തിനന്നമൃതു നൽകി വളർത്ത ശംഭു. ഇങ്ങനെ ഒരു ശ്ലോകത്തിൽ കൂടി ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നാം വെറും ഭൗതിക സത്തകളല്ല, സത്യവും ആത്മീക സത്തയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഭൗതിക വശത്ത് കാണുന്ന തത്വങ്ങളെന്ന് പറയുന്നത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ബോധാംശം. ഇത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ കേവലബോധവും നേരത്തെ പറഞ്ഞതാണ്. ഭൗതിക വശത്തും ബോധത്തിൻ്റെ വശത്തും വിരിഞ്ഞു വിലസുന്നത് അതുതന്നെയാണ്. ഈ പ്രപഞ്ചമായും പ്രപഞ്ചത്തിലെ അനുഭവങ്ങളായും ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ആദിമ ബീജമായിരിക്കുന്ന ആത്മസത്യത്തിലെ മായാവിലാസം ഒരു രഹസ്യ തത്വമാണ്. അതിലെ മായാവിലാസവും ഒരു രഹസ്യം തന്നെയാണ്. ആകെക്കൂടി നോക്കിയാൽ നമ്മുടെ ജീവിതം ചിന്തയ്ക്ക് പിടിതരാത്ത ഒരു അത്ഭുത രഹസ്യമാണ്. ശ്ലോകം 78. മരണവുമില്ല പുറപ്പുമില്ല വാഴ്വും നരസുരരാദിയുമില്ല നാമരൂപം മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലിതോർത്തിടേണം. ഈ ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം ഇങ്ങനെയാണ്. മരണവുമില്ല എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തതാണ്. പുറപ്പുമില്ല, ജനനവുമില്ലാത്തതാണ്. മരണവും ജനനവും ഇല്ലാത്തതാണെന്ന് പറയുന്നു. വാഴ്വും എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതം ഇല്ലാത്തതാണ്. നരസുരരാദിയുമില്ല, മനുഷ്യർ, ദേവന്മാർ തുടങ്ങിയവയും ഇല്ലാത്തതാണ്. നാമരൂപം, ഇതെല്ലാം വെറും നാമങ്ങളും രൂപങ്ങളും മാത്രമാണ് എന്നാണ് പറയുന്നത്. മരുവിലമർന്ന എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കാണുന്ന, മരീചി നീരുപോൽ കാനൽ ജലം പോലെ, നിൽപ്പൊരു പൊരുളാം ഉള്ളതായ ഒന്നാണ് ഇപ്പറഞ്ഞതെല്ലാം. ഇത് പൊരുളല്ല, ഇതൊന്നും സ്വയം ഉണ്മയുള്ളതല്ല, ഓർത്തിടേണം. ഈ തത്വം നാം എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനനം മരണം രണ്ടിനും ഇടയ്ക്കുള്ള ജീവിതം, ഇവയെ പരിശോധിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. വ്യക്തികളുടെ ഉണ്മയെ അടിസ്ഥാനമാക്കി ജനനം, മരണം, ജീവിതം ഇവയൊക്കെ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. കടൽത്തിരയോട് തുല്യമാണ് ഓരോ മനുഷ്യരുടെയും ഓരോ വ്യക്തിയുടെയും ജീവിതം. ജനനം, മരണം, ജീവിതം ഇവയൊക്കെ ഉണ്ടാകുമ്പോഴും സത്യം ഒന്ന് മാത്രമാണ്, ആത്മാവ് മാത്രം. പ്രപഞ്ചത്തിലുള്ളതിനെയെല്ലാം ധാതുവർഗം, മനുഷ്യവർഗം, സസ്യവർഗം, ജന്തുവർഗം ഇങ്ങനെ തരം തിരിച്ചാലും മനുഷ്യവർഗത്തിനുപരിയായി എന്തെങ്കിലും ഉണ്ടോ എന്ന് മനുഷ്യന് കണ്ടെത്താനാവുന്നില്ല. എങ്ങനെ തരംതിരിച്ചാലും എല്ലാം ഒരേ ആത്മസത്യം തന്നെയാണ്. മരുപ്രദേശത്ത് വെള്ളമൊഴുകുന്നതായി തോന്നിയാലും അടുത്തു ചെന്ന് നോക്കുമ്പോൾ വെള്ളമില്ല. ഉണ്ടെന്ന് തോന്നിയ വെള്ളം മരുഭൂമിയിൽ അമർന്നു പോയിരിക്കുന്നു. ഇവിടെ സത്യം മരുഭൂമി മാത്രമാണ്. മരുഭൂമിയിലുണ്ടെന്ന് തോന്നുന്ന നീരൊഴുക്ക് പോലെയുള്ള ഒരു പൊരുളാണ് മരണം, ജനനം, ജീവിതം. ഇതൊക്കെ ആത്മസത്യത്തിന് ജനനവുമില്ല, മരണവുമില്ല. ഇത് നിശ്ചയം വരുമ്പോൾ ജനനത്തിനും മരണത്തിനും അതീതനായി കഴിഞ്ഞു. അതാണ് അമൃതപ്രാപ്തി എന്ന് പറയുന്നത്. ശ്ലോകം 77, 78 മനനം ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഭഗവത് നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ തൃപ്പാദ
പാദകമലങ്ങളിൽ അർപ്പിക്കുന്നു. നന്ദി, നമസ്തേ. ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ.